നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രജോ ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഉഷാറല്ലേ? കൂടുതൽ ഉഷാറാക്കാൻ മുതുകുളത്തുനിന്ന് ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരും ഉണ്ട്. അപ്പം ഡബിൾ ഉഷാർ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയിൽ നമ്മൾ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റിലീസായ മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി സിനിമ നല്ല പ്രതികരണം, നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത്. ആ വിശേഷം നമ്മളോട് ഷെയർ ചെയ്യാനും നമ്മുടെ സ്കിറ്റ് കാണാനും ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു പോസ്റ്റ് പാർട്ടി ആഘോഷിക്കാനൊക്കെ ആയിട്ട് മലയാളികളുടെ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പുറത്തേക്ക് കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആക്ട്രസ് അപർണ ബാലമുരളി വരുന്നുണ്ട്. മിണ്ടി പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ മൃദുൽ ജോർജ്, രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചു. ഇന്നലെ മുതൽ ക്രിസ്മസിന്റെ ആഘോഷം പ്രേക്ഷകർ ഏറ്റെടുത്ത് തുടങ്ങി. മിണ്ടിയും പറഞ്ഞ് റിലീസായി. പറയൂ. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസവും ഒരു സമയമാണ് ക്രിസ്മസും ഡിസംബറും ഒക്കെ. എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഏറ്റവും സങ്കടമുള്ള സമയമാണെങ്കിൽ ഡിസംബർ 1-ാം തീയതി ആയ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷം. ബാക്കി വിഷമങ്ങളൊക്കെ മറക്കും. പിന്നെ നമ്മളൊരു 4-ാം തീയതി കഴിഞ്ഞ് ഇത് അഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ഇപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. ഈ വർഷം ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രീ ആ മറ്റേ മഞ്ഞ് ഉള്ള ട്രീ, അതാണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടാ പൊഴിഞ്ഞു വീഴുമല്ല. പിന്നെ അത് ഫുൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം വെച്ച ക്രിസ്മസ് ട്രീ ഒരിടത്തുനിന്ന് മാറ്റാൻ ബുദ്ധിമുട്ട്. പക്ഷെ ചെയ്യുന്നത് ഇവന്റ്സ്, അതിനഴിക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ, നമ്മ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നാണ് പിന്നെ നമ്മൾ ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. മൊത്തം ഡിസംബർ 2025 ബാക്കി എല്ലാത്തിനും കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഡിസംബർ ഭയങ്കര സന്തോഷമായി. ആ ക്രിസ്മസ് മാസം ഒരു തണുപ്പ്, ഒരു പോസിറ്റീവ് അതാണ്. അതിപ്പം ഇന്നലെ മുതൽ നമ്മൾ കൂടുതൽ പോസിറ്റീവായി. എല്ലാം മൃദുൽ പറഞ്ഞാട്ടെ. അതെ, ക്രിസ്മസ് ഇത്തവണ ഓൾ ദ മോർ സ്പെഷ്യൽ ആയിരുന്നു. കാരണം നമ്മുടെ പടം ഇറങ്ങുന്നുണ്ടായിരുന്നു. പടം ഇന്നലെ ഇറങ്ങി. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ കൂടെ അതിൻ്റെ പോസിറ്റീവ് റെസ്പോൺസോടെ വരുമ്പം ഇരട്ടി സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു ഇപ്പോഴും ആ ക്രിസ്മസ് വൈബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയതിൽ. നമുക്ക് മിണ്ടിയും പറഞ്ഞും സ്കിറ്റൊക്കെ കണ്ട് കുറച്ച് സമയം ഇരിക്കാം. സിനിമയുടെ വിശേഷങ്ങൾ കൂടുതൽ പറയാം. വൺസ് അഗൈൻ വെൽക്കം അപ്പു. വെൽക്കം. ഇരുന്നാട്ടെ ഇനി കുറച്ച് സമയം ചിരിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേറയുടെ ഞങ്ങളുടെ ഇവിടുത്തെ ചെറുതുകളാണ് സ്കിറ്റിന് വരുന്നത്. നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് വിളിക്കാം. സൈന്ധവ്, അനന്യ, ദേവി ലക്ഷ്മി. ഒരു നല്ല കൈഡി. എന്റെ ദൈവമേ, പുറത്തേക്ക് വിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കാൻ മറന്നു പഠിച്ച എന്റെ വലിയ മുത്തച്ഛ, എനിക്ക് എന്തിനാ ഈ സർവീസ് സെന്റർ തന്നത്? വല്ലപ്പോഴും ആൾക്കാർ വരും, വന്ന വണ്ടികളോ ഒരുത്തന്നെ തിരിച്ചു കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഈ വണ്ടിയല്ലേ ഇവിടെ കിടന്ന് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ജോലിക്കാരനെ വെച്ച്. അവരിതെന്ത് ചെയ്യേ? ദൈവമേ, ഇന്നെങ്കിലും 10-20 വണ്ടികൾ സർവീസിന് വന്നാൽ മതിയായിരുന്നു. 20 എണ്ണം ഒന്നും വേണ്ട. 20 എണ്ണം ഒക്കെ വന്നതിന് പൈസ കൂടുതൽ കിട്ടും, എനിക്ക് അഹങ്കാരം കൂടും. അതുകൊണ്ട് കഴിഞ്ഞു പോകാനുള്ള വകുപ്പുണ്ടാക്കി തറേ എന്റെ ജലദേവതേ. क्या करूँगा सब्जी? अंगारूने സഞ്ചിയോ? बंगाल से बार-बार कोई पूछा. ബംഗാളിലെ ബാറി പൂച്ചയാണെങ്കിൽ കേരളത്തിലെ ബാറിലും പൂച്ച, വീട്ടിലും പൂച്ച, നാട്ടിലൊക്കെ പൂച്ചകളാ. എന്റെ മോലാളി ബംഗാൾ സെ ബാർ-ബാർ സെ കോയി പൂച്ച. ആദ്യം പറഞ്ഞു പൂച്ചയെന്ന്, ഇപ്പൊ പറയുന്നത് ബംഗാളിലെ ബാറിൽ കോഴിയും പൂച്ചയെന്ന്. എന്റെ മോലാളി എന്താണ് ഈ പറയുന്നത്? എടാ, നീ എന്ന് താമസിച്ചു വന്നാലും അന്ന് നീ എന്നോട് ഹിന്ദിയിൽ ഓരോ നുണ പറയും. അത് നിന്റെ സ്ഥിരം പരിപാടിയാ. ആട്ടെ, ഇന്നെന്താ താമസിച്ചത്? എന്നും താമസിച്ചു വന്നിട്ട് ഇന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ മോലാളി വിചാരിക്കില്ലേ നാളൊരു കൃത്യനിഷ്ഠ ഇല്ലാത്തവനാണെന്ന്? മലയാളികള് പോലും മറന്നുപോയ വാക്കാ ഇമാരൊക്കെ ഇപ്പൊ വെച്ച് കീച്ചുന്നത്. മോലാളി, ഇത് ആരുടെ സ്ഥാപനമാണ്? എന്റെ. മോലാളി എപ്പോഴാണ് വന്നത്? ഞാനൊരു 10 മിനിറ്റ് താമസിച്ചു. മോലാളിയായ നിങ്ങൾ താമസിച്ചെങ്കിൽ തൊഴിലാളിയെ നാണെന്തിന് നേരത്തെ വരണം. കുറച്ച് ഉത്തരവാദിത്തം കാണിക്കേ. ആറാടിയിലിരിക്കുന്ന ബൈക്ക്, ആ ചുമന്ന ബൈക്ക് എന്റെ മോലാളി. കാര്യങ്ങളൊക്കെ അവിടെ നിക്കട്ടെ. നീ ആ ബൈക്ക് എവിടുന്ന് ചുമന്നതാന്ന് പറ. അതിന്റെ പേര് കേസ് വന്നാൽ ഞാൻ ഏറ്റെടുക്കത്തില്ലേ?
എന്റെ പൊണ്ണു മുതലാളി ഞാൻ അധ്വാനിച്ച പൈസക്ക് വാങ്ങിച്ച വണ്ടിയാണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇവിടെ വരുന്ന വണ്ടികൾ മാത്രം സർവീസ് ചെയ്താൽ മതി, അല്ലാതെ നിന്റെ സർവീസ് ഇവിടെ വേണ്ട. മാലു നഹീന്ന് വെച്ചാ മാല ഇല്ലെന്ന്. നിനക്കാണെങ്കിൽ മാല കൂടെ മേടിച്ചാലടാ. എന്റെ പൊന്നു മുതലാളി എനിക്ക് മനസ്സിലായില്ലെന്ന്. നിന്റെ കുളിയും ദേവാരം ഒന്നും ഇവിടെ വേണ്ടെന്ന് ഞാൻ CCTV കണ്ട്. നീ ആ ഓസ് എടുത്ത ദേഹമൊത്തായിട്ട് നനയ്ക്കുന്നത്. അപ്പൊ അല്ല മുതലാളി, മുതലാളി എന്തിനാ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചി തള്ളിയത്? അത് നീ പറഞ്ഞോ? അറിഞ്ഞു മോളെ. എടാ, അവിടെ നിൽക്കുന്ന പെങ്കച്ചിനോട് ഞാൻ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ടുവന്ന് ചോദിച്ചു. ആ കൊച്ചു കേട്ടത് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ടുവന്നു. ഇത് കേട്ടതും ആരാടാ മുതുക്കെ തന്റെ ആന്റി എന്നും പറഞ്ഞ് എന്നെ തല്ലിയത്? അയ്യോ പാവം കേട്ടോ. നീ എന്റെ കഥ കേട്ടോണ്ടിരിക്കാതെ പോയി പണിയുടെ ബംഗാളി. ബംഗാളിൽ പോയി പണി ചെയ്യാനാണെങ്കിൽ ഞാൻ എന്തിനാ മുതലാളി കേരളത്തിൽ വന്നേ? നീ ഒന്ന് പണി ചെയ്യാവോ പോയി? സറി മുതലാളി. ഞാൻ മുതലാളി ചിരിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യാനാന്ന് പറഞ്ഞു. ഉയ്യോ, ആരാണ്ട് വരുന്നത്? അരെ ബാറ്റ് മാറ്റ് മുതലാളി കൊച്ച ബാറ്റ്. എന്നാ കഥ ഇത്? അകലെ തും അകലെ ഹം. ജയ 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 ഹേ. നീ തമിഴ് ഹിന്ദിയിലെ ഒരു സിനിമ പേര് പറഞ്ഞു, ഞാൻ മലയാളത്തിലെ ഹിന്ദി. അതല്ല എന്റെ മുതലാളി. സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോ മോലാളിമാർ സന്തോഷിക്കും. ഇവിടെ മോലാളി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? 10 മിനിറ്റ് മുമ്പ് സർവീസ് കഴിഞ്ഞ പോയ വണ്ടി ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമ്പോ അതിലെന്തോ അപകടമുണ്ട്. അയ്യോ, കാണുന്നില്ല കാണുന്നില്ല. അയ്യോ, എന്റെ മാല കാണുന്നില്ലേ. അയ്യോ, ഇത് സർവീസ് സെന്ററാ. ഇതിന്റെ പുറയിലാണ് കണ്ണാശുപത്രി. അവിടെ പോയി പറഞ്ഞ എന്നെ അവിടെ ശരിയാക്കി തരും. എന്റെ മാല കാണുന്നില്ലെന്ന്. മാളയോ? മാലയല്ല, ജഗതി. എന്റെ അരപ്പവന്റെ സ്വർണ്ണമാല കാണുന്നില്ലെന്ന്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഇല്ലാതെ നിൽക്കുന്നേ? തന്റെ മാല കളഞ്ഞു വരും, ഞങ്ങൾ എന്നാത്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതെ, നിങ്ങളുടെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന എന്റെ കാറിന്റെ അകത്തിരുന്ന സ്വർണ്ണമാലയാണ് കാണാതെയായത്. എന്റെ ജലദേവതയോ? വെള്ളം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ജലദേവതയെ വിളിക്കുന്നത്. അതെ, ഞാൻ ആദ്യം കാറ് കൊണ്ടുവന്നപ്പോ ഇയാളെ കാർ ആദ്യം തുറന്നു നോക്കിയേ. ഈ മാല കൊണ്ടായിരുന്നു? ഇല്ല മോലാളി, ഇല്ല. നാനാ മാല എടുത്തിട്ടുള്ള മോലാളി. മോലാളി എടുത്തോ മാല? ഞാനും കൊടുത്തിട്ടില്ല. എന്റെ കുഞ്ഞു വെച്ചാൽ ഞങ്ങളാരും കണ്ടിട്ടില്ല. കൊച്ചു പോകാൻ നോക്കുന്നു. അതൊന്നും പറ്റത്തില്ല. ഇതെന്റെ കൂട്ടുകാരിയുടെ കല്യാണമാ. കല്യാണമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പോയി കല്യാണം കൊടുക്കും. അതല്ലെന്നേ, എനിക്ക് എന്റെ മാല കിട്ടിയാലേ കല്യാണത്തിന് പോകാൻ പറ്റത്തുള്ളൂ. ഞാനത് അവക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച സ്വർണ്ണമാലയാ. ഗിഫ്റ്റാ? എന്റെ പൊന്ന മോലാളി, കല്യാണത്തിന് പോയിട്ട് മാക്കം തിന്നിട്ട് കാര്യമില്ല. അവർക്ക് സംഭാവന കൊടുക്കണം. അതാണ് ഈ ഗിഫ്റ്റ്. എന്റെ അരപ്പവന്റെ സ്വർണ്ണമാല തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചാ മാല കിട്ടുമെങ്കിൽ ഇവിടെ നിൽക്കാതെ പോയി പോലീസിനോട് ചോദിക്കും. എന്നാ പിന്നെ എനിക്കും പോലീസിനടുത്ത് പറഞ്ഞോറ് മാല ചോദിച്ച് മേടിക്കാൻ നിൽക്കുക. മര്യാദ സ്വർണ്ണമാല തന്നോണം. അറിയാൻ പാടില്ല ചേട്ടാ. ചേട്ടാ, എന്റെ മാല എവിടെ ചോദിക്കേട്ടാ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു മാല മേടിച്ചങ്ങ് തരും. തന്നെടുത്ത് മേടിച്ചാനല്ലേ പറഞ്ഞേ? എന്നെ കാണാതെ പോയ അരപ്പവന് സ്വർണ്ണമാല എടുത്തരാനാ പറഞ്ഞേ. എനിക്ക് ഇവരെ തന്നെയാണ് സംശയം. മോലാളി ഭാത്ത്, മോലാളി കൊച്ച ഭാത്ത് ചെയ്യ മോലാളി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടാ. എന്നെ സംശയം മോലാളി. നിന്നെ എനിക്ക് പണ്ടേ സംശയമാ. സത്യം പറയടാ, നീ ആ മാല എടുത്തത് ചെയ്തു? കാർ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ കാർ ഡ്രൈവർ അല്ല. സ്കൂട്ടർ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ സ്കൂട്ടർ ഡ്രൈവർ. ഒരു ബംഗാളി എന്ന നിലക്ക് ഞാൻ ഉരുളക്കിഴങ്ങിൽ തൊട്ട് സത്യം ചെയ്തു. ഞാൻ ആ മാല എടുത്തിട്ടില്ല. ഉരുളക്കിഴങ്ങും സോറുദിനെ എന്നെ നിങ്ങൾ കള്ളനാക്കി. ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത്? Tell me, how can I more? ചാച്ചി ചേച്ചി കറന്നത് അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. മൊലാളി എന്തിനാ കറന്നത്? നീ ഹിന്ദി ഇംഗ്ലീഷ് ഇവിടെ മിക്സ് ചെയ്ത് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് വിദ്യാഭ്യാസത്തിലെ വില മനസ്സിലായത്. എടാ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നീ ഇല്ലാത്ത നേരത്ത് നിന്റെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും കാറിന്റെ അകത്ത് കയറി സ്വർണ്ണമാല എടുത്തോടാ? എനിക്ക് സംശയമുണ്ട്. നീ പറയടാ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? तुझे बात नहीं, चुप रहो मोलाली, चुप रहो. आसमान के बूंदे ले सती पास
മുതലാളി ഇല്ല. പക്ഷേ ശശി ഇത് കൊണ്ടാ, ഇതെന്റെ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, ഇതെന്റെ 3.5 ഏക്കറിന്റെ കൃഷിഭൂമി, ഇതെന്റെ ബാങ്ക് ബാലൻസ്. അല്ല ഇതൊക്കെ ഇതിന് എന്നെ കാണിക്കുന്നേ? ഇതെല്ലാം ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയതാ, അല്ലാതെ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബംഗാളിൽ കിടന്നാ പോരെ എന്റെ ചേച്ചി. പക്ഷേ എനിക്കൊരാള് സംശയമുണ്ട്. ഇവൻ ഒരാളെ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നിനക്ക് സംശയമുള്ളവരെന്ന് പറ. പക്ഷേ ഞാനത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ മുതലാളി ഇവിടെ നിൽക്കുന്നു, നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. നീ പറയണേ. എനിക്ക് നിനക്ക് മുതലാണ് സംശയം. അടാ ഞാൻ പറയില്ല, ഇവന് മോലാളിയാണ് സംശയം. എന്റെ പൊണ്ണ് ചേച്ചി, ചേച്ചി ഇവിടെ കാറ് തന്നു പോയ പിന്നെ നാനും മോലാളിയല്ല, വേറെ വന്നില്ല. അതുകൊണ്ട് ആ മോലാളി അറിയാതെ വേറെ അങ്ങോട്ടും പോവൂല. ഇവൻ പറയുന്ന കേട്ട് എനിക്ക് എന്നെ തന്നെ സംശയം മോലാളിയുടെ സർവീസ് സെന്റർ നഷ്ടത്തിലായപ്പോ മോലാളിക്ക് കൊച്ചു പൈസയുടെ ആവശ്യമാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന മോലാളി കാറിന്റെ അകത്തിരുന്ന ഈ ചേച്ചിയുടെ മാല കണ്ടു. മോലാളി മറ്റൊന്നും ചിന്തിച്ചില്ല, മോലാളി മറ്റൊന്നും നോക്കിയില്ല, ആ മാല എടുത്തങ്ങ് വിട്ട്. അതല്ലേ മോലാളി സത്യം? നീ ബംഗാളിലെ വല്ല തിരക്കഥാകൃത്ത് വല്ലോ ആണോ? എത്ര പെട്ടെന്ന് നീ ഒരു കഥ ഉണ്ടാക്കുന്നത്? എന്റെ തലവേദനയോ? എന്റെ ജലദേവതേ. എന്നാ പിന്നെ മോലാളി ഒരു കാര്യം ചെയ്, ജലദേവതയെ വിളിച്ച് ഇരുമ്പ് മാല, വെള്ളിമാല, സ്വർണ്ണമാല ഇത്ര അങ്ങോട്ട് മേടിക്കും. ബംഗാളിയാണേലും മലയാളത്തിലെ കഥകൾ മൊത്തം ഇവനറിയാം. എന്റെ പൊണ്ണ് മുതലാളി, കഥ പറഞ്ഞു നടക്കാൻ മലയാളികളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ ആള്. മലയാളി കൂടുതൽ നിന്ന് വിഷയം മാറ്റാതെ മര്യാദയ്ക്ക് ആ ചേച്ചിക്ക് മാല കൊടുക്ക്. നീ കൊറേ നേരം തുടങ്ങിയിട്ട് ഈ കൊച്ചിന്റെ മാല എടുത്തിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. മോലാളി മാല എടുത്ത് ഈ കളഞ്ഞ് ഹിന്ദിയിൽ എന്നടാ പറയുന്നേ? ചോർ. നെയ്ച്ചോറല്ല, ബിരിയാണി. എന്റെ പൊന്നു മോലാളി എടുക്കൂ. കാരണം കഴിഞ്ഞ ദിവസം സർവീസിന് കൊണ്ടുവന്ന ലോറി കാത്തിരുന്ന ലോലിപപ്പ് ഈ മോലാളി കട്ട് തന്ന്. അതിന്റെ പകുതി തന്നു, പക്ഷെ ഇതിന്റെ പകുതി എനിക്ക് തന്നില്ല. അതുകൊണ്ട് മോലാളി എടുത്ത് ഇവിടെ വന്ന് മര്യാദയ്ക്ക് മാല ചോദിച്ചത് എന്റെ മര്യാദ. എന്റെ മാല എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് എടുക്കാൻ പോവുക. എന്റെ ഫോൺ അവിടെ. ഹലോ സിനി മാഡം അല്ലേ? ആ അതെ പറഞ്ഞോളൂ. ആ ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുവാണേ. മാഡം രാവിലെ പർച്ചേസ് ചെയ്ത മാല ഇവിടെ മറന്നു വെച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഇതിവിടെ ഇരിപ്പുണ്ടേ. ബില്ലിലെ നമ്പർ കണ്ടിട്ട് വിളിക്കുക. സമയമുള്ളപ്പോ വന്ന് എടുത്തിട്ട് പോണേ. ഓ ശരി. ഓക്കെ. എന്താ ചേച്ചി? മാല കിട്ടി. മോലാളിയുടെ പോക്കറ്റിന്നാ? ഞാനേ ജ്വല്ലറി വെച്ച് മാല മറന്നുപോയി. മോലാളി മാല കിട്ടി. വെറുതെ സംശയിച്ച്. മോലാളി നീ എന്നെ സംശയിക്കല്ലായിരുന്നോ? നീ അങ്ങ് ഉറപ്പിച്ച് പറയുവല്ലോ ഞാൻ ആ മാല എടുത്തേന്ന്. കുന്തം പോയ കുളത്തിലും തപ്പട്ടെ. അയ്യേ തെറ്റി. കുന്തം പോയ കുളത്തിലും തപ്പണമെന്നല്ല, കുന്തം പോയ കുളത്തിലും തപ്പണം. എന്തുണ്ട് മോലാളി സിറിസേ? ഇപ്പൊ ഒരു ഹാപ്പി എൻഡിങ് ആയില്ലേ? ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ സ്കിറ്റ്. ഒരു നല്ല കൈഡി ആവാം. നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ, ഉഗ്ര സ്കിറ്റ് അല്ലേ? എനിക്ക് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയായിരുന്നു. എന്റെ കൊച്ചിരുന്ന് ഒരു തുള്ളി പോലും മേക്കപ്പ് ആരും കൊടുത്തില്ല. നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. ബിജുക്കുട്ടണ്ണ, സൈന്ധവേ, ദേവി, അനന്യ, സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം നിങ്ങളൊരു വിളയാട്ടം കണ്ടിട്ടോ. അതെ ഉഗ്രനായിരുന്നു. കാരണം അത് തന്നെയല്ല, ഇത് ആരും എടുക്കാത്തൊരു കണ്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ 1, 2, 3 ഇപ്പൊ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് സ്റ്റേഷനൊക്കെ. അപ്പൊ അത് ചിലപ്പോൾ കളവൊക്കെ നടന്നിരിക്കും ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഇനി കളവ് നടന്നില്ലെങ്കിൽ പോലും അങ്ങനെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ടാവും. ആ ഒരു കണ്ടന്റുമ്പോൾ പിടിച്ചിട്ട് നിങ്ങൾ 20 മിനിറ്റൊക്കെ ഇങ്ങനെ വലിച്ച് നല്ല കറക്റ്റായിട്ട് അച്ചടക്കത്തോടു കൂടി എല്ലാ കൗണ്ടറുകളും ഒന്നും മറക്കാതെ ഇവിടെ പ്രസന്റ് ചെയ്തതിന് ഉഗ്രൊരു കൈ അടി കൊടുക്കണം. എനിക്ക് തോന്നുന്നു സൈന്ധവ് നേരത്തെ കളിച്ച കൂട്ടല്ല, നല്ലൊരു പക്വത വന്നിട്ടുണ്ട്. നേരത്തെ കളിച്ചിട്ട് ഈ പൂമ്പാറ്റൊക്കെ പറന്ന് കളിക്കുന്ന പോലെ ആയിരുന്നു.
ഇത് ഒരു പക്വതയുള്ള ഒരാൾ, ഒരു മുതലാളി എങ്ങനെ ആ മീശ തന്നെ ഉണ്ട്, അത് തന്നെയല്ല ആ ജുബയൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് നല്ല ഒതുക്കത്തോടു കൂടി സംസാരിച്ച് ആ എന്താ കറക്റ്റ് ബാലൻസ് ചെയ്ത് പോയിരുന്നു. നേരത്തെ കുറച്ച് ഇപ്പം അവസാനം ചിരിച്ചില്ല കിക്കി അങ്ങനത്തെ ഒരു കളിയായിരുന്നു നേരത്തേക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല രസം ശരിക്കും പറഞ്ഞു തന്നല്ലേ ഗ്രൂമേഴ്സ്, അതിൻ്റെ ആ ഒരു പക്വത എന്തായാലും ഉണ്ടായിരുന്നിട്ടാ. പിന്നെ നമ്മുടെ ബംഗാളി, എൻ്റെ പൊന്നെ ഒരു ബിഗ് സാല്യൂട്ട് കേട്ടാ. ദേവി ഉഗ്രി കോസ്റ്റ്യൂം, അതുപോലെ തന്നെ വിഗല്ലേ, ഇത് വിഗല്ലേ പക്ഷെ ഗംഭീരമാണെന്നല്ല, കുറച്ചൊക്കെ ഹിന്ദി കറക്റ്റ് ആയിരുന്നല്ലേ, പൊളിച്ചടുക്കി കളഞ്ഞിട്ടാ. കാരണം നമ്മളിവിടെ ബംഗാളിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്, പക്ഷെ അതിലൊക്കെ മോളിൽ കൊണ്ടുപോയിട്ട മോള് ഭയങ്കര രസമായിരുന്നു കോസ്റ്റ്യൂമിലും അതുപോലെ തന്നെ ഗെറ്റപ്പിലും. പിന്നെ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോയില്ലായിരുന്നു, അതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോള് അനന്യ ഉഗ്രനായിരുന്നിട്ടാ. കാരണം വന്ന ഒരു കസ്റ്റമർ, ഈ കസ്റ്റമറുടെ ഒരു ആദ്യം വ്യസനമൊക്കെ ഉണ്ടല്ലോ, അത് മുകളിൽ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, പല ദേവന്മാരും നമുക്കുണ്ട്. എന്തിനാണ് ഈ ജലദേവതനെ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുന്ന് സൈന്ധവ് പറഞ്ഞപ്പോൾ ജലം വെച്ചുള്ള കളിയാണ്. അതൊക്കെ ഭയങ്കര രസമായിരുന്നിട്ടാ. ബാക്കി ഇവർ വരും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ദ വെരി ബെസ്റ്റ്. അല്ല, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും. ഒരുപാട് നാളുകൂടി നല്ല ഗംഭീരമായ ഒരു സ്കിറ്റ് ചെയ്തു, നല്ല സ്ക്രിപ്റ്റ് വർക്ക്, അത് അതിമനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൈന്ധവൊക്കെ ഭയങ്കര രസമായിരുന്നു. സൈന്ധവ് ഒരുപാട് നാളായിട്ട് കുറച്ച് ഉഴപ്പായിരുന്നു, ആ ഉഴപ്പെല്ലാം മാറി ഇപ്പം മിടുക്കനായിട്ട് ചെയ്തു. എന്തൊക്കെ എവിടെയൊക്കെ വേണമെന്ന് കറക്റ്റ് അളന്ന് കുറിച്ച് പഠിച്ചു. അതുപോലെ നമ്മുടെ ദേവി ഭയങ്കര രസമായി, നല്ല ചേഞ്ചാണ് ദേവിയുടെ മേക്കപ്പും ദേവിയുടെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ. മറ്റേതിലുള്ള പോലെയുള്ള ആ നൈസായിട്ടുള്ള ആ സാധനങ്ങളൊന്നും ഇതിൽ വന്നില്ല, ഇതിലെല്ലാം കറക്റ്റ് അളന്ന് കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ അനന്യ മോളും എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഞങ്ങളിവിടെ നേരത്തെ പറയാറില്ലേ, ചില സ്കിറ്റുകൾ നമുക്ക് നമ്മുടെ കൈ നിൽക്കാതെ വരുന്നത് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് വരുന്നതല്ല, നമുക്ക് നല്ല സ്കിറ്റുകൾ കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നല്ലൊരു സ്കിറ്റ് കൈ കിട്ടിയപ്പം അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാവുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇവിടെ വരുന്ന എല്ലാ ടീമുകളും അങ്ങനെയാണ്. അപ്പം നല്ല സ്ക്രിപ്റ്റാണ് നമുക്ക് ആവശ്യം, നല്ല കൗണ്ടറുകളാണ് ആവശ്യം. ഈ സ്കിറ്റിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നു, അതിഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, 3 പേരും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. സൈന്ധവേ, ദേവി, അനന്യ, മക്കളെ 3 പേരും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു പ്രൊഫഷണാലിറ്റി എന്ന് പറയും, നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ആ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളായി നിങ്ങൾ 3 പേരും മാറി എന്നുള്ളതിനാണ് ആദ്യം കൈയ്യടി തരുന്നത്. കാര്യം ഒരു സൈഡ് പോലും നിങ്ങളൊന്നും ഓവറാക്കിയില്ല. അപ്പോൾ ദേവിയുടെ ബംഗാളി പരിപാടികളൊക്കെ ഒന്നും ഓവറാക്കാതെ ആ അളവ് പോലും ഭയങ്കര രസമായിട്ട്. സൈന്ധവേ, നീ വലുതാകുമ്പോൾ എന്തായാലും ഒരു സർവീസ് സെൻറ്റർ തുടങ്ങും കേട്ടോ. കാര്യം എന്താണെന്നറിയോ, അവൻ ആ വേദന ഉണ്ട് ശരിക്കും. ആ ജലദേവതയെ വിളിച്ചിട്ട് അവൻ ആ ഡയലോഗ് പറയുമ്പോൾ ഒരു സർവീസ് സെൻറ്ററിൻ്റെ മുതലാളി നിന്ന് പുള്ളിയുടെ പരാക്രമം മുഴുവൻ എന്താണെന്നുള്ളത് അവനിലുണ്ടെന്നുള്ളതാണ്. പിന്നെ എനിക്ക് സൈന്ധവനോട് പറയാനുള്ള, നീ മീശനി മാറ്റേണ്ട കാര്യം, നീ എല്ലാ സ്കിറ്റിലും ഈ മീശ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് നീ സ്വന്തമായിട്ട് അങ്ങ് വളർത്തിക്കും. അടിപൊളിയാ, നല്ല രസമുണ്ടോ അല്ലേ? നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു കൗണ്ടർ പോലും നിങ്ങളുടെ പാളി പോയില്ല, എല്ലാ കൗണ്ടറുകളും കറക്റ്റ് ടൈമെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഇനി നമുക്ക് അവരോട് ചോദിക്കാം അല്ലേ? അപ്പോൾ പറഞ്ഞേ, ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് ഇപ്പം ഞാൻ കുറേ ഷോസിനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലൈവ് സ്കിറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ, അത് വർക്ക് ആവാനൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ ഞാൻ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെയാണ് ഈ സ്കിറ്റ് കണ്ടുകൊണ്ടിരുന്നത്. കലക്കൻ പെർഫോമൻസ്. സൈന്ധവിൻ്റെ ആണെങ്കിലും ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും ഒരു വേദന ഉണ്ട്, ഒരു നഷ്ടക്കച്ചവടത്തിൽ പെട്ടുപോയൊരു മുതലാളിയുടെ വേദന നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ദേവി ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ശരിക്കും പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാവാതെ വരുന്നത് ആക്ച്വലി ഭയങ്കര നാച്ചുറൽ ആയിരുന്നു അത്. പക്ഷെ ദേവി കറക്റ്റ് മീറ്ററിലാണ് അത് ചെയ്യുന്നത്, ഭയങ്കര അടിപൊളിയായിരുന്നു. അനന്യയുടെ ക്യാരക്ടറും എല്ലാം 3 പേരും ഭയങ്കര നല്ല കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാ കൗണ്ടേഴ്സും നിങ്ങൾ അടിപൊളിയായിട്ട് അതിനെ ഡെലിവറി ചെയ്തു, ഡയലോഗ് ഡെലിവറി എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭാവിയിൽ പ്രോഗ്രാംസും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. കൗണ്ടറുകൾ സ്ക്രിപ്റ്റിൽ എഴുതുക എന്നുള്ളത് വൺ തിങ് ആണ്, അത് ഡെലിവറി ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ഹാറ്റ്സ് ഓഫ്.
എല്ലാ കൗണ്ടറും ഒരു കൗണ്ടറിന്റെ റിയാക്ഷൻ നമ്മളൊന്ന് ചിരിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെ ബാക്ക് ടു ബാക്ക് നിങ്ങൾ നന്നായിട്ട് ഡെലിവർ ചെയ്തു. 3 പേരും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് മുതലാളിയും തൊഴിലാളിയും കൂടെ വരുന്ന സംഭവങ്ങൾ ഒരു രക്ഷയില്ലായിരുന്നു. അതിൽ ദേവി ഈ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കലർന്ന് ജിബറിഷ് പറയുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ 3 പേരും നന്നായി. അപ്പൊ അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്ത് വേണം അല്ലേ? അതെ. ബിജുക്കുട്ടനാ എത്ര മാർക്ക്? 12 മാർക്ക് കൊടുക്കാം. 12,000 രൂപ. 12,000 രൂപ. ഇവിടെ ഒരു മാർക്കിന് 1000 രൂപ വെച്ചിട്ടാ കേട്ടോ. അപ്പൊ 12 മാർക്ക് 12,000 രൂപ. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല. ബംഗാളിയുടെ ഹിന്ദിക്ക് ഞാൻ ഒരു 12,000 രൂപ കൊടുത്തു. അപ്പൊ 24,000 രൂപ. 24,000 ആയി. ബാക്കി നസീർക്ക. ആ മുതലാളി ഒന്നുകൂടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കി ഞാനിടാം. കിടക്കുന്നു ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. നല്ല എമൗണ്ട് ആണല്ലേ? സന്തോഷം, ഹാപ്പി. ഇനി ഇതേപോലെ ഉഷാറായിട്ട് അടുത്ത സ്കിറ്റ് വാ. ഓക്കെ, ബൈ. എല്ലാം ശരിയാക്കണം. ജനദേവനോട് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പൊ പിന്നെ നമുക്ക് വലിയ വലിയ വിശേഷങ്ങൾ പറയാം. മിണ്ടിയും പറഞ്ഞും. എന്താണ് മിണ്ടിയും പറഞ്ഞും? സിനിമയെ പറ്റി അറിയണം, അതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി അറിയണം. നമുക്ക് റൈറ്ററിൽ നിന്ന് ക്യാരക്ടറിലേക്ക് വരാം അല്ലേ? മൃദുൽ ബ്രോ, ലൂക്കയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമ വളരെ സ്വീറ്റ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ലവ് സ്റ്റോറിയാണ്. ലൂക്ക പറയുന്ന പോലെ ഒരു വലിയ സിനിമയും ഭയങ്കര ഡ്രീമി സീക്വൻസുകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഉണ്ണിയും അപർണയും സനൽ ലീന എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സായിട്ട് വരുന്ന അവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് പേർക്ക് സിനിമ കണ്ടു കഴിയുമ്പം അവരുടെ ലൈഫിലെ മൊമെന്റ്സ് ആയിട്ടും അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെന്നുള്ളതാണ് സിനിമ. ഇതെങ്ങനെ അപ്പൂലേക്ക് ഡെബി കഥ കേട്ടപ്പോൾ എങ്ങനെ ഇതിനെ കൺസീവ് ചെയ്ത്? എനിക്ക് ആക്ച്വലി അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം അത് തന്നെ. അതായത് നമ്മളിപ്പം കുറേ ലവ് സ്റ്റോറീസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെ പ്രേമത്തിലാവുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ ആയിരിക്കും ചിലപ്പോൾ സിനിമ എൻഡ് ചെയ്യുന്നത്. മിക്ക സിനിമകളും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒത്തിരി സിനിമകളില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടറും അത് തന്നെയായിരുന്നു. ആൻഡ് ഭയങ്കര സിമ്പിളാണ് ശരിക്കും. നമ്മളിത് കോവിഡിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. ലിറ്ററലി സിനിമ കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് അടിച്ചായിരുന്നു. അങ്ങനെ അപ്പോൾ ആ സമയത്താണ് ഒരുപാട് ഓർമ്മകളുള്ള സിനിമ. അതെ, എന്നെയും ഉണ്ണിച്ചേട്ടനെയും ഒരിക്കലും ഈ ഒരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കുറേ സീരിയസ് ആയിട്ട് കുറേ ത്രില്ലറൊക്കെ ചെയ്തതിന് ശേഷം ഇത് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മഞ്ഞ് പെയ്യുന്നൊരു സുഖമുണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും അത് ക്ലോസ് ടു ഹാർട്ടായി തോന്നിയിട്ടുള്ളത്. പറഞ്ഞപ്പോൾ അത് എങ്ങനെയുള്ള ക്യാരക്ടറാണ് അറിയാനൊരാഗ്രഹം. എങ്ങനെയുള്ള വളരെ സാധാരണയായിട്ടുള്ളൊരു ഇടുക്കിക്കാരി, അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ. സനൽ പണ്ടൊരു ഇടുക്കിക്കാരിയായിട്ടാണ് വന്നത്. ഒരു പ്രോബബ്ലി അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ആണ്. പക്ഷെ ഇതിപ്പം കല്യാണം എല്ലാം കഴിഞ്ഞ് വളരെ മെച്ചുവർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, മാരിഡ് റിലേഷൻഷിപ്പ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നൊരു കപ്പിളാണ് ഇവർ രണ്ടുപേരും. കുറെ നാൾ കഴിഞ്ഞ് കല്യാണത്തെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ഉണ്ടാവും. ഉറപ്പായിട്ടും. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ പോലെ നമ്മള് ഒരു പ്രീ മാരേജ് കോഴ്സിന് പോയ പോലെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ഇതില് അപർണയുടെ പേരായിട്ട് വരുന്നത് ഡെഫിനറ്റ്ലി ഉണ്ണിയാണ്. ഉണ്ണി മുകുന്ദനാണ്. സനൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇവരുടെ അപർണയുടെ ഫാദറായിട്ട് ജാഫർ ഇടുക്കി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. നമ്മുടെ കുടുംബത്തിന്റെ ഒരാളാണ്. അതെ, ജാഫ്രിക്ക ഇതിൽ ഭയങ്കര നല്ല രസമുള്ള ഒരു പെർഫോമൻസ് തന്നിട്ടുണ്ട്. പിന്നെ ജൂഡ് ആന്റണി ജോസഫ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോഹൻ സീനുലാൽ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് നമ്മുടെ ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ക്രിസ്മസിന് വെക്കേഷന്റെ സമയത്ത് എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. പോയി കണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ നിറഞ്ഞ് സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഹോളിഡേ പരിപാടിയായിരിക്കും. അത് എനിക്കൊന്നും അത് കഴിഞ്ഞ ദിവസം റിലീസ് ആയപ്പോൾ തന്നെ അതാണ് ആൾക്കാർ പറയുന്നത്. ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയ ഒരു നല്ല സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരു സംതൃപ്തി എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു. അതിന് ഒരുപാട് വലിയ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ നമ്മുടെ ഷോയിലൂടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു ലിസ്റ്റിലേക്ക് അടുത്തൊരു ഹിറ്റും കൂടെ. അപർണയുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ എടുക്കാം. മൃദുൽ ബ്രോ അവിടോട്ടിരിക്കാം. ഇപ്പൊ കുറച്ച് പണിയുണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല അപർണ പേടിക്കണ്ട. കുറച്ച് നിങ്ങൾ മിണ്ടി പറഞ്ഞോണ്ടിരിക്കുക. നമുക്ക് കുറച്ച് മിണ്ടി പറഞ്ഞിരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് പുതിയ പുതിയ വിശേഷങ്ങൾ? സുഖം.
ഇത് പറയാനാണ് അവിടെ വന്നത്. അല്ല ഇപ്പം മിണ്ടിയും പറഞ്ഞാണ് മെയിൻ വിശേഷം. പിന്നെ അല്ലാണ്ട് ഇപ്പം ഞാൻ ഇവന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അത് നന്നായി പോകുന്നുണ്ട്. ഇപ്പം ജീവ, ഞാനത് കണ്ടു. ജയറാമേട്ടന്റെ കല്യാണത്തിന്, മോന്റെ കല്യാണം ഭയങ്കര ടെൻഷനും, ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടോ ആയിരുന്നു. അത് മൊത്തം നടത്തിയത് മറ്റേ സ്ഥലം നെക്സ്റ്റ് ബസ് ഇതിനെ അവിടെ കൊണ്ടുവയ്ക്കുക, എന്റെ നെഞ്ചത്ത് കൊണ്ടുവയ്ക്കുന്ന നമ്മുടെ ഇവന്റ്സിന്റെ പേരെന്താ? എലീസിയൻ ഡ്രീംസ്കേപ്സ് എന്നാണ് പേര്. ഫാമിലിയിലെ നല്ല നല്ല ഇവന്റ്സ് മനോഹരമാക്കാൻ പടത്തിന്റെ പ്രൊമോഷൻ ഇടയിലൂടെ ഒരു കച്ചവടം. അതെ, ഇതിനെ പറ്റി കൂടെ പറയാം. ഇത് ബിണ്ടിയും പറഞ്ഞു. അല്ലാതെ നെക്സ്റ്റ് കമ്മിങ് പ്രോജക്ട്സ് ഏതൊക്കെയാ? ഇപ്പം ഞാനൊന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തോണ്ട് ഇപ്പൊ അത് പറയുന്നില്ല. പക്ഷെ ബേസിക്കലി ഒന്ന് കുറേ ത്രില്ലറൊക്കെ ആയതുകൊണ്ട് ഒന്ന് ട്രാക്ക് മാറ്റി കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, കുറച്ച് ഹ്യൂമർ പരിപാടി എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഒരു 1-2 സ്ക്രിപ്റ്റുകൾ ആക്ച്വലി നല്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും അടുത്തത് എന്തായാലും ചെയ്യാൻ പോണേ. ഞാൻ തന്നെ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ട്രാക്ക് മാറ്റി ചെയ്യണമല്ലോ എന്ന് തോന്നുന്ന സമയത്താണ് മിണ്ടിയും പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. അതെ, പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയണം. മിറാജിലെ പെർഫോമൻസ്, എസ്പെഷ്യലി ആ ക്ലൈമാക്സ് സമയത്തൊക്കെ ഉഗ്രൻ. അതൊരു സ്പെഷ്യൽ കൈയടി. പെർഫോമൻസിന് കാര്യത്തിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നല്ലൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, നല്ലൊരു ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് ചെന്ന് കയറുന്ന മേഖലകളിലെല്ലാം ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇവന്റ്സിനും അഭിനയത്തിനും സമീപിക്കൂ. അപ്പൊ ഇരുന്നോ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്കിറ്റ് കണ്ടിട്ട് പറയാം പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ സ്കിറ്റും ടീമും റെഡി ആയിട്ടിരിപ്പുണ്ട്. കൊച്ചു പ്രതിഭേട്ടനുണ്ട്, വിനോദ് തൈക്കാട്ടുശ്ശേരി ഉണ്ട്, കൂടെ സുധീഷ് പുല്ലൂർ. ഒരു നല്ല കൈഡ്. ഫോൺ അടിക്കണ്. ഹലോ, ബ്രോക്കർ അന്നാമയല്ലേ? അതെ, അന്നമാണ്. അതെ, നമ്മുടെ ലാസർ മുതലാളിയില്ലേ? ലാസർ മുതലാളിയുടെ മോൻ ക്ലീറ്റസിന് നല്ലൊരു പെണ്ണിനെ വേണം. ഉണ്ടല്ലോ, നല്ല പെണ്ണുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റാറ്റസിലും കൂടെ ചേർന്നതായിരിക്കണം. ഇതെന്താ വെങ്കല സിനിമയാ? ഒരാൾക്ക് 2 പെണ്ണ്, ഇവർക്ക് 2 പേർക്കും കൂടെ ഒരു പെണ്ണിനെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? ഇത് എവിടുത്തെ ന്യായം ഉള്ളത്? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ പറ്റിയ ആളായിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാതാണോ നിങ്ങൾ പെണ്ണന്വേഷിക്കാൻ നടക്കണത്? ഒന്ന് വെച്ചിട്ട് വാ. സ്റ്റാറ്റസ് അറിയില്ലേന്ന് എനിക്കറിയാവേ. സ്റ്റാറ്റസ് എന്താന്ന്, കാര്യം എന്താന്ന് അറിയാവോ? ടേക്ക് ഓഫ് അല്ലേ, ഒന്ന് കളറാകാനായിട്ട് ഞാൻ അറിയാൻ പാടെന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചത്. ഒരുപാട് കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്. അല്ലേ, എനിക്കറിയാം. എങ്ങനെയാണ് പോണത്? സുഖമല്ലേ? ചെറുക്കന് ഞാൻ നടത്തി കൊടുത്തതാണ് ശ്രുതിയുടെ കല്യാണം. അങ്ങനെ ഗംഭീരമാക്കി വിട്ട സംഭവം. ഇഷ്ടംപോലെ പേരുടെ കല്യാണങ്ങൾ നടത്തിയിട്ട് ഞാൻ കല്യാണം കഴിച്ചാണോ? ഒരെണ്ണം കൂടി വേണമെങ്കിൽ നോക്കാം. കിടക്കുന്ന സംഭവം ഉണ്ട്. 500 പേരുടെ കല്യാണം നടത്തി. എന്റെ മകളുടെ കാര്യം നമ്മളെ കയ്യിൽ നിന്ന് പോയത് എന്താന്നാ, അവൾക്ക് ഒരുത്തനടി ഇഷ്ടമാണെന്ന്. എന്ത് ചെയ്യാനാന്ന് നോക്കണം. എനിക്കാണെങ്കിൽ പ്രേമിക്കുന്ന പെണ്ണുങ്ങളെ കാണുന്ന കല്യാണ്. എന്തായാലും ഇന്നേ അവക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ ടീമെല്ലാം ഇങ്ങോട്ട് വരണുണ്ട്. ചെറുക്കനും വരണുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇവിടെ വെച്ച് ഇന്ന് ഉറപ്പിച്ച് വിട്ടേക്കാനെന്നുള്ള കാര്യം. എനിക്ക് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ പേര് പോരുന്നില്ല, എൻ്റെ വർക്കതായി പോയല്ല. എൻ്റെ ദൈവമേ. ഹലോ, പട്ടിയുണ്ടോ? ഉണ്ടെങ്കി കെട്ടിയതാണോ? കെട്ടി 10 പിള്ളേരായതാ. അതല്ലെന്ന്, പട്ടി ഉണ്ടെങ്കിൽ കടിക്കുമല്ലോ. പട്ടി പിന്നെ മൗത്ത് ഓർഗൻ വായിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ കേറി വന്നണ്ട. അല്ല, പട്ടിയുണ്ടോ കടിക്കോ? ഇവരെന്ത് നല്ല കലിപ്പ്. അമ്മച്ചി ആരാ? മനസ്സിലായില്ലേ? ഇല്ല. പയ്യനാണ്. പറഞ്ഞ കേട്ട പയ്യനാണെന്ന്. മുതുക്കം വന്ന് നിക്കേ പയ്യനാണെന്ന്. അതല്ല, എന്തിനാണ് നീ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏഞ്ചലുമായിട്ട് 2 വർഷം പ്രേമിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ. ആ കൂടെ നീയായിരുന്ന?
എന്റെ ഏഞ്ചലിനെ സ്നേഹിച്ചത് നിന്നെ ഒന്ന് കാണാതിരിക്കുക. നിങ്ങൾക്കറിയോ എന്റെ മോള് ഒരു ഫോൺ പോലും നോക്കാത്തതാ. ഇപ്പൊ അവള് ഇടക്കിടക്ക് ഓൺലൈനിൽ വന്നു പോവുകയാണ്, അറിയാവോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിൽ വരാൻ കൊറിയർ സർവീസ് ഇല്ലേ നിങ്ങളുടെ മോള്? മോളൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്തുവാ? ചെറുക്കനൊരു വിദൂഷകനാണെന്ന്. കോമഡികൾ മാത്രം പറയുന്ന അതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജകൊട്ടാരത്തിലാണല്ലോ ഇത് അടിക്കുന്നത്. അതെ അതെ അതെ. നീ പോയിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അന്നേരം മുഹൂർത്തം നോക്കിയിട്ടാണ്. അതല്ല, അന്നേരം അവക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു വിട്ടോളാം. എന്നാലും ഞാൻ നിനക്ക് തരില്ല. അയ്യോ അത് പറഞ്ഞ പറ്റില്ല, എനിക്ക് ഏഞ്ചലിനെ വേണം. ഏഞ്ചലിന് വേണോ? പപ്പ വരട്ടെ. നിന്റെ പപ്പ എന്ത് ചെയ്യുന്നു? എന്റെ പപ്പ അറിഞ്ഞൂടെ? ഇല്ല. എന്റെ പപ്പയുടെ പേര് സ്റ്റീഫൻ കരുനാഗപ്പള്ളി. സ്റ്റീഫൻ കരുനാഗപ്പള്ളിയാ? നാട്ടില് ഭയങ്കര ഫേമസാ. പരീക്ഷണവും കേസ് കെട്ടും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുക. എനിക്ക് വേണം ഏഞ്ചലിനെ. 2 വർഷമാണ് അവള് ബാംഗ്ലൂർ വെച്ച് ഞാൻ പ്രേമിച്ചത്. നീ എവിടെ വെച്ച് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല. തരില്ല തരില്ല തരല തരില്ല. ഏഞ്ചലിനെ തരല തരില്ല തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. സാരമില്ല. ഇത്രയും സുന്ദരി സുമുഖയായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാവാൻ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ വിധിയെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചോളാം. എന്താന്ന്? മോളെ കെട്ടിച്ചേരൂലെന്ന്. അല്ല, അത് കഴിഞ്ഞിട്ടൊരു സാധനം പറഞ്ഞായിരുന്നു. സുന്ദരിയും സുമുഖിയുമായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാകാൻ പറ്റാത്തവന് എനിക്ക് സങ്കടമുണ്ടെന്ന്. നദിയോരം ഹൃദയമയി നിന്നാണം അമ്മച്ചി കണിമലരാ പോടാ പോയി അവിടെ ഇരിക്കി. അപ്പൊ എന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിനക്ക് അവളെ കെട്ടിച്ച് തരൂ. വേണം കേട്ടോ. ഉറപ്പായിട്ട് കെട്ടിച്ചിരുന്ന് ഇവിടെ ഇരിക്കും. ഒരു കോമഡി കൂടി ഉണ്ട് പറയട്ടെ. വേണ്ട വിദൂഷക, നീ ഒന്നും അടിക്കല്ലേ. അല്ലുണ്ട് 3 വഴി ചേരുന്നിടത്താന്നല്ലോ മുക്ക്. അപ്പൊ 4 വഴി ചേരുന്നിടത്ത് നക്കെന്ന് പറയൂ. എന്റെ ദൈവമേ, മോൻ ഇവിടെ ഇരിക്കി. അമ്മച്ചി പോയി ചായ കൊണ്ടുവരാൻ കേട്ടാ. അപ്പൊ വരുമല്ലോ. അപ്പം വരും. അപ്പം പുറത്തൊക്കെ ഇറങ്ങി ഇടക്കണം. ഇപ്പൊ വരും. വരുമല്ലേ? വരും. അപ്പൊ ചായ എടുത്തോണ്ട് വരാം. മറ്റേ സംഭവം സുന്ദരി സുമുഖിയുമായ അമ്മായിയമ്മ. മനസ്സിനൊക്കെ അറിയില്ല, ശീലാമ്മയാന്നാ വിചാരം. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഈ സമയത്ത് അവിടെ പോയി അപ്പോ അയ്യോ അയ്യോ എവിടെ പോയി കിടക്കുവായിരുന്നു? എന്റെ പൊന്നു ചേർക്കാൻ ഞാൻ ആ പറമ്പ് മൊത്തം കറങ്ങി മടുത്ത്. ഇച്ചിരി സ്ഥലം ഇത് എവിടെ കറങ്ങി മടുക്കാനാണ്? അതല്ലെന്ന്, എന്റെ ഈ കോലൊക്കെ കണ്ടിട്ട് കളർ കോഴിക്കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് പരുന്ത് റാഞ്ചാൻ വേണ്ടി ഓടിച്ചേ. അവസാനം 15 കുഞ്ഞുങ്ങളുള്ള ഒരു കോഴിയമ്മ വന്ന് എന്നെ രക്ഷിച്ച്. പറയുന്ന കേട്ട മുതുകണ്ട കോഴിയമ്മ നാണമില്ലല്ലോ മനുഷ്യ. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തുവാ? ഈ കല്യാണം നമുക്ക് വേണ്ട. ഇല്ലേ? എടാ മറ്റേ അംഗൻവാടിയുടെ അടുത്തുള്ള സുഗന്ധിയുടെ മോളാണെങ്കിൽ എന്ത് രസമായിരുന്നു. എനിക്കാണെങ്കിൽ പണ്ടേ പരിചയമുള്ളതേ. എനിക്കറിയാം, സുഗന്ധിയുടെ അമ്മയായിട്ട് ചെറിയ റൂട്ടുണ്ട്. സുഗന്ധി എന്ന് പറയുമ്പോ അങ്ങ് വടിഞ്ഞൊഴുകണം. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ചീത്ത പേരിന് നാട്ടിൽ എനിക്കൊരു പെണ്ണ് പോലും കിട്ടത്തില്ല. എന്റെ കളർ കോഴി അച്ഛാ, ഞാൻ നിങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടാക്കാത്ത എന്താണെന്നറിയാമോ? എനിക്കറിയാടാ, എന്നോട് സ്നേഹം കൊണ്ടല്ലേ. അല്ലല്ല, നിങ്ങളുടെ സംപ്രായക്കാരായ കുറെ ആൾക്കാരുണ്ട്. അവരെയും കൂടി നിങ്ങൾ തെറ്റിക്കും. ആ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പനെ കൊണ്ടുപോയി കളയൂന്ന് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ടെൻഷനായി കഴിഞ്ഞാൽ ഇപ്പൊ അമ്പലത്തിലോ പള്ളിയിലോ പോകും. എന്തിനാന്ന് ചോദിച്ചാണ്. ഞാനിവിടെ പോയിട്ട് ഈ ആൾക്കാർ മുമ്പിൽ ഊരിയിട്ടേക്കണ ചെരുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചു മറച്ച് താറുമാറാക്കിയിടും. എന്നിട്ട് ഏതെങ്കിലും പെട്ടിക്കടയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ വീക്ഷിക്കും. ഇവര് വന്ന് ഇത് തിരയുമ്പോ എന്റെ പൊന്നെ എന്നാ റിലാക്സേഷനാന്നറിയാമോ. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുത്തെ അമ്മച്ചിയാണെങ്കിൽ ഓക്കെ അടിച്ചേട്ടോ. ഓക്കെ അടിച്ചാലും കൊള്ളാം, ഓക്കെ അടിച്ചാലും കൊള്ളാം. ഈ ബന്ധത്തിന് എനിക്ക് സമ്മതമല്ല. എനിക്ക് മനസ്സിലായി. മറ്റേ സുഗന്ധിയുടെ മോളെ കൊണ്ട് കടിക്കാനില്ല. അതില്ല, മിണ്ടാതെ അനങ്ങാതെ എവിടെ നിന്ന് മമ്മി വരുന്നുണ്ട്. മമ്മി വരും. മമ്മി വരട്ടെ. കാണട്ടെ. ചായ കണ്ടേ, പപ്പയ്ക്ക് കൊടുക്ക. പപ്പയെ കണ്ടില്ലല്ലോ. ഇല്ല, പപ്പയ്ക്ക് കൊടു ആദ്യം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി
നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. ലഡു എടോ അല്ല ചിക്കു ചിക്കോന്നോ വാ 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 പോവാം 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 എവിടെ വന്ന് വിഷയമാണ് വിഷയമാണ് വാ ധാരാന്ന് പറഞ്ഞ സ്റ്റീഫൻ കരുനാഗപ്പള്ളി ഏത് ഇതാ ഊച്ചാണ്ടി പൂച്ചാണ്ടിയാ കുഞ്ചക്കണ്ടത്തി ചാണ്ടി ഇതെന്റെ അപ്പനാണ്. നിന്റെ അപ്പൻ ആ? നിന്റെ അപ്പനെ നിനക്കറിയാവോ? പിന്നെ എന്റെ അപ്പനെ എനിക്ക് അറിഞ്ഞൂടെ? എടാ പഠിക്കണ കാലം തൊട്ട് നിന്റെ അപ്പനെ എനിക്കറിയാം. അറിയാമോ? ആ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിന്റെ അപ്പൻ 2ാം ക്ലാസ്സിൽ ഇരുന്നിട്ട് നിന്റെ അപ്പൻ പെടല് തിരിച്ചെന്നെ നോക്കി വളച്ചതല്ലേ ഇങ്ങേര്. എന്നിട്ട് ഇട്ടേച്ച് പോയിരിക്കണം മഹാദ്രോഹി. നിക്കോളാ പ്രഭു, എന്തോ ഈ റൂട്ടിൽ നാനാക്കോർ ഓടിച്ചല്ലയോ? ഞാനൊക്കാടല്ലേ ചെറുതല്ലേ എല്ലാ റൂട്ടിലും പൊക്കോളും. ചതിച്ചെന്ന് എന്തോ ചത്ത കാര്യമൊക്കെ പറഞ്ഞു. ചതിച്ചത് ഞാനല്ല മോനെ, നീ കേക്കണം. 25 വർഷം മുമ്പുള്ള ഒരു കഥയാ. അന്ന് ഇവക്കടെ കൂട്ടുകാരിക്ക് അവക്കടെ കാമുകൻ ചോര കൊണ്ട് ലവ് ലെറ്റർ എഴുതി കൊടുത്തു. ഇത് കണ്ടപ്പോ ഇവക്ക് ഭയങ്കര കൊതി. ഞാനും ചോര കൊണ്ട് ലവ് ലെറ്റർ എഴുതി കൊടുക്കാൻ എങ്ങോട്ട് ഞാൻ എഴുതി കൊടുത്തൂടെ? കൊടുത്തില്ല. കൊടുക്കണം. ഒരു ലെറ്റർ എഴുതാനുള്ള ചോര ഇതിനകത്തുണ്ടോ? ആദ്യത്തെ ഐ എഴുതിയപ്പോ തന്നെ 6 മാസം ഐശ്വര്യയിലായി. പിന്നെ ഞാൻ എങ്ങനെ എഴുതി കൊടുക്കൂന്ന് പറ. ഇയാള് ചെയ്ത പരിപാടി എന്താന്ന് നിനക്കറിയോ? എന്നെ എഴുത്. ഞങ്ങൾ തമ്മിൽ നല്ല പ്രേമമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കൊർല ബുക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടാനുള്ള പ്ലാൻ മൊത്തം നടത്തി. ഞാനാണെങ്കിൽ ചെന്നപ്പോ ട്രെയിൻ വിട്ടും പോയി. എനിക്ക് ഓടി കേറാൻ പറ്റില്ല കൊർലയില്. ഇയാൾക്ക് കേറാൻ പറ്റുമോ? ഇയാളെ പൊക്കിയെടുത്തിട്ട് പോയപ്പോ റെയിൽവേ പോലീസ് ലാത്തി വെച്ചെറിഞ്ഞെന്നെ വീഴ്ത്തിയടാ. എന്ത് കാര്യത്തിന്? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോണം. നിനക്ക് നിന്നെ പോലീസ് കൊണ്ടുപോയത് മാത്രമേ അറിയാവുള്ളൂ. എന്നെ പോലീസ് കൊണ്ടുപോയത് നീ അറിഞ്ഞാ? നിങ്ങൾ എന്തിനാ മനുഷ്യനെ പോലീസ് കൊണ്ടുപോയത്? ഒളിച്ചോടി പോവാൻ നേരത്ത് ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നു. എന്നാ ആ സ്വർണം കൊണ്ടുപോയി പടയം വെച്ച് ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് പടയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ മുക്കുവണ്ടാന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവര് കേറ്റിയടി. എന്നെ കേറ്റി. മനുഷ്യ അത് ഞാൻ ആദ്യ രാത്രി പൊട്ടിക്കായിരുന്നു. എന്റെ സസ്പെൻസ് അല്ലേ അവിടെ കൊണ്ടെടുത്തിട്ട് വീക്കണായിരുന്നാ. അയ്യോ, ഈ കാരണം കൊണ്ട് എന്റെ കല്യാണം മുടങ്ങും തോന്നില്ല. കല്യാണമല്ല, ഈ കല്യാണം എനിക്ക് സമ്മതമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല. ഇനി എന്റെ മാളെ ഞാൻ വേണമെങ്കിൽ നിനക്ക് കെട്ടിച്ചു തരാം. ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞ ഈ വർണ്ണപ്പട കടലാസിനാ. മനസ്സിലായി? ഈ കടലാസിനെ ഇവിടുന്ന് കൊണ്ടേ കളഞ്ഞേക്കണമെന്ന് കേട്ടോ. സ്വന്തം അച്ഛനെ കൊണ്ടുപോയി കളയണമെന്ന് ഈ ദുഷ്ട പറഞ്ഞു കേട്ടോ. എന്തോ അച്ഛനമ്മമാരെ കൊണ്ട് കളയുന്ന ഒരുപാട് മക്കളുമാരുണ്ടാവും. ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും. എന്നെ നീ എന്ത് വൃത്തിയോടെ പറയണം? എന്ത് വൃത്തിയോടെ പറയണം? ഡ്രാമയാണെന്ന്. ഡ്രാമ? അടിപൊളി, അടിച്ചു കേട്ടിക്കോ. അതൊരു കാര്യം ചെയ്യാം. ഇപ്പൊ അച്ഛ നമുക്ക് വൈക്കത്തോട്ട് പോവാം. കണ്ടോ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ മോൻ അപ്പനെ കൊണ്ട് അമ്പലത്തിൽ പോയി ശാന്തി സമാധാനം തരാൻ കൊണ്ടുപോവാ. അതല്ല, അവിടെ നല്ല ആൾക്കൂട്ടം അങ്ങ് വിടാലോ. പോടാ ദുഷ്ട. അപ്പോഴേ കല്യാണക്കാര്യം ഞാൻ അച്ഛനെ ഉപേക്ഷിക്കാം. എനിക്ക് കെട്ടിച്ചേരുമല്ലോ ഏഞ്ചലിനെ കെട്ടിച്ചേരാ. അല്ലെങ്കിൽ സത്യം പറയല്ലോ, മമ്മിയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. ഞാൻ എന്തായാലും ഏഞ്ചലിന്റെ അടുത്ത് ഈ കാര്യം ഒന്ന് പറയാം. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാന്നുള്ള കാര്യം ഒന്ന് പറയണം. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. പറയാം. ചെറുക്ക പോയോ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പ്രേമം എന്ന് പറഞ്ഞ സംഭവം സത്യമാണെങ്കിൽ കാലം അവരെ എന്തായാലും ഒരുമിപ്പിക്കും. മനസ്സിലായില്ല. റൂട്ട് പിടിച്ചു വന്നുള്ളൂ, നിനക്ക് മനസ്സിലാകും. നിന്നെ അന്ന് ജയിലിൽ കൊണ്ടുപോയി പറഞ്ഞില്ലേ? ഏത് ജയിലിലാണ് കൊണ്ടുപോയി? എന്നെ കൊണ്ടുപോയത് പൂജപ്പുരയിലാ. ആ ജയിലിൽ ഞാനും ഉണ്ടായില്ല. എന്നിട്ട് എന്തിനാ മനുഷ്യ നിങ്ങൾ അപ്പൊ എന്റെ അടുത്തേക്ക് വരാണ്ട് എന്താണ് നിങ്ങൾ വരാണ്ട് എന്താണ്? ഞാൻ അങ്ങനെ വരും. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ജയിലിൽ ചാടിയില്ലേ? അത്രയും വലിയ ജയിലിൽ നിങ്ങൾ ചാടിയെന്നാ? അത് സംഭവം അറിയാമോ? 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ജയിലില് സ്വാതന്ത്ര്യ ദിനാഘോഷം. അവിടെ ഗവർണർക്ക് ഉപഹാരം കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി തന്നെയാ. എന്നിട്ട് ഉപഹാരം എന്നാന്നറിയാമോ? 3 ഹൈഡ്രജൻ ബലൂൺ. ഈ 3 കൂട്ടി പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറക്കുമ്പോ ഞാൻ കോഴിക്കോട് ബീച്ചില്, കോഴിക്കോട് കാപ്പാട് ബീച്ചില്
വാസ്കോഡിഗാമ കാല് കുത്തിയ സ്ഥലത്താണ് ഞാൻ മൂക്കും കുത്തിച്ചെന്ന് വീണത്. ഇത് ചരിത്രമല്ലേ? ഇതാണല്ലേ ചരിത്രം. എന്ത് ചെയ്യാനാണെന്ന് ഓർക്കണം. ഈ ചെറുക്കനാണെങ്കിൽ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയും വേണം. സമാധാനപ്പെടുക, അല്ലാണ്ട് ഞാൻ നിന്നെ തേച്ച് പറ്റിച്ചേച്ച് പോയതല്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ തേച്ച് പറ്റിച്ചിട്ട് പോയതല്ലെന്ന്. പോട്ടെ പോട്ടെ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. അടിപൊളിയാണല്ലോ. അതെ, അടിപൊളി, സൂപ്പർ. എങ്ങോട്ടാ കയറി പോണത്? എങ്ങോല്ല കാര്യങ്ങളൊക്കെ കളറാക്കാം. ഡ്രാം ഡ്രാം ഡ്രാം. അട്പോൾ അട്പോൾ. എനിക്ക് വേണ്ട. നീ വേണ്ടെങ്കിൽ വേണ്ട. അച്ഛാ മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ. ഏഞ്ചലോട് ഞാൻ ചെറിയ തർക്കമായി. അച്ഛൻ എന്ത് പറ്റേ സുഗന്ധി ആരാണ്? അയ്യോ, സുഗന്ധി വേണ്ട, സുഗന്ധി വേണ്ട, സുഗന്ധി വേണ്ട, സുഗന്ധി വേണ്ട. സുഗന്ധി വേണോന്ന് ഒറ്റക്കാലം ഇതുവരെ നിൽക്കുമല്ലോ. സുഗന്ധി മോളെ മതി. വേറൊന്നുമല്ല എടാ, ഈ ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഒരു ബല. ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ മുതൽ അറിയുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ എന്താ പുള്ളിക്കാരിയായിട്ട് ചോദിച്ചു, പുള്ളിക്കാരിക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. സംഭവം എന്നാ പറയാമോ, ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് മക്കള് രണ്ടുപേരും കൂടി ഒരു 4 മാസം ഹണിമൂണിന് പോയാലും അപ്പൻ ഒറ്റയ്ക്കാണല്ലോ എന്നാ വിഷമം വേണ്ട. എനിക്കിവിടെ വന്നൊരു 4 മാസം നിൽക്കാനോ. റൂട്ട് അങ്ങനെ പോകുന്നു. എന്റെ ഹണിമൂൺ അല്ല ഇമ്പോർട്ടന്റ്, പുള്ളിക്ക് 4 മാസം ഇവിടെ നിൽക്കണം. ഞാൻ ഇമ്പോർട്ടന്റ് കൊടുത്തേക്കണത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രാം ഡ്രാം ഡ്രാം. ഇത് അട്പുൾ അല്ല, ഇത് ഇടയിൽ കൂടെ സൈഡ് വാരം കയറുവാണ്. അട്പുള് ഞാൻ പറയൂല. അട്ടം പൊളിഞ്ഞ് കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഈ കല്യാണം തന്നെ നടത്താം. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. അപ്പൊ ഇതുവരെ കള്ളാണോ പറഞ്ഞിരുന്നത്? അതല്ലെന്ന്. ഏഞ്ചലിന് പപ്പ അമ്മയില്ല. പിന്നെ മുട്ട വെച്ച് വിരിയിച്ചാണോ ഇതിനെ? അതല്ലെന്ന്. പിന്നെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അയ്യോ, അവളെ ഞാനല്ലേ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എന്റെ കല്യാണക്കാര്യം വരെ മറന്നുപോയി. എന്താ എന്റെ കല്യാണക്കാര്യം വരെ മറന്നുപോയെന്ന്. അപ്പൊ ഏഞ്ചലിന്റെ ഇളയമ്മ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് ഏഞ്ചലിന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അതെ. ഇങ്ങോട്ട് വന്നേ അപ്പ. ഈ നിക്കണ ആരെന്നറിയാമോ? ഇത് ഏഞ്ചലിന്റെ ഇളയമ്മയാണെന്നാ അപ്പൊ എന്നെ വിളിച്ച അപ്പാന്ന്. ഇളയപ്പാന്ന് വിളിക്കണം. ഇളയപ്പാന്നോ? ഇത് ഏഞ്ചലിന്റെ ആരാ? ഇളയമ്മ. ഇളയമ്മയുടെ കെട്ടിയവനാരാ? ഇളയപ്പേ. അപ്പൊ ഇന്ന് മുതൽ ഞാനാണ് നിന്റെ ഇളയപ്പൻ. പറഞ്ഞു കൊടുക്കടി. ഇതാണ് ഇളയപ്പൻ. അട്പോൾ. നല്ല കൈയടി. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കളിച്ച് അത് ഒപ്പിച്ചു. വിനോദ കൊള്ളായിരുന്നു. എൻ്റെ ആദ്യത്തെ ആ മാർഗം കളി നിനക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കളിച്ചാണെന്ന് കാണുമ്പോൾ അറിയാം. അത് രസമായിരുന്നു. ആ തുടക്കമൊക്കെ നല്ല രസമായിട്ട് വന്നു. സുധീഷ് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രദീപ് വന്നപ്പോൾ പ്രദീപിൻ്റെ ആ ഒരു പോർഷൻ, പിന്നെ ഇത് എൻഡിൽ ഇങ്ങനെ അവസാനിക്കുള്ളൂ നമുക്ക് മുൻവിധിയുള്ളൊരു സ്കിറ്റാണിത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം ഇതിങ്ങനെ വരുള്ളൂ എന്നുള്ളതറിയാം. പക്ഷെ ആ ഉള്ളത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് ചെയ്തു തീർത്തു. എന്നാലും 3 പേർ അടിപൊളിയായിട്ട് ചെയ്തു. നമുക്ക് ഒരുപാട് എടുത്തു പറയാനുള്ള ആ ഒരു ലെവലിലേക്കുള്ള കൗണ്ടറുകളും കാര്യങ്ങളും ഇല്ലെങ്കിലും ബോറടിക്കാത്ത രീതിയിൽ നിങ്ങളത് കൊണ്ട് എത്തിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉള്ള സംഭവം വെച്ച് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കളിച്ചു. അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ കുറവ് പറയുന്നില്ല, കാര്യം അതിൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത് നസീറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ അടിക്കുന്നത് നല്ല കുറേ ക്ലാസ് ഫിറ്റുകളുണ്ട്. പ്രദീപേ, ഈ ശരീരം വെച്ച് അല്ല ഈ ലവ് ലെറ്റർ എഴുതാൻ പറ്റിയ ബ്ലഡ് ചോര ഇതിനകത്ത് ഉണ്ടോ എന്നൊരു ഉഗ്ര ഫിറ്റായിരുന്നു കേട്ടോ. അതൊരു ക്ലാസ് സാധനമായിരുന്നു. പിന്നെ അതിനകത്ത് ഏറ്റവും അധികം വെച്ചാൽ ഈ ഇതില്ലേ മോഹ ആ പാട്ടില്ലേ, അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങളുടെ 2 പേരുടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ പ്രദീപെ, നമ്മൾ ചിന്തിച്ചിട്ടില്ല ഈ കാര്യം. ഈ അവിടെ വരുന്നവരുടെ ചെരുപ്പ് മാറ്റിയിട്ട് മാറിയെന്ന് ആസ്വദിക്കാൻ. അതൊരു ഭയങ്കര ഐഡിയ കേട്ടോ അല്ലേ? അത് ടെൻഷൻ വരുമ്പം പല ആൾക്കാരും ഇനി ചെയ്യാൻ സാധ്യത. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറയാം, പ്രേക്ഷകരോ ഡിപ്രഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ പിന്നെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്വന്തം റിസ്ക് ചെയ്തു അതൊരു ഉഗ്രം പരിപാടി കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ കുറേ ക്ലാസ് ഫിറ്റുകൾ, പിന്നെ നിങ്ങൾ തമ്മിലുള്ള പഴയൊരു പ്രേമത്തിൻ്റെ ഇത് സിങ്ക് ആകുന്നത്, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു പോയി. മൊത്തത്തിൽ നിങ്ങൾ ഇളകിയാടി. ഉള്ള സംഭവം വെച്ച് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഡീസൻ്റ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പ്രദീപിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഈ സ്കിറ്റിൽ പ്രദീപ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും. ഇത്തവണയും കൊണ്ടുവന്നു ഡ്രാമ ആർട്പോൾ. അത് ഞാൻ ചിരിച്ചു പോയത് ഡ്രാം ആർട്പോളില്ല. അത് ഉഗ്ര സാധനമാണ്. ആ മീറ്റർ കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ട കറക്റ്റായിട്ട് യൂസ് ചെയ്തു. 3 പേരും ഇനിയും അടിപൊളി സ്കിറ്റുകളുമായിട്ട് വരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രദീപ്, സുധീഷ്, വിനോദ്, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളിച്ച് കയറ്റിയൊരു സ്കിറ്റാണ്. വേണമെങ്കിൽ താഴെ പോകാമായിരുന്നു. പക്ഷേ നിങ്ങൾ 3 പേരും കിടിലൻ ആർട്ടിസ്റ്റുകളായതുകൊണ്ട്
ഈ സ്കിറ്റ് നല്ല ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് ആദ്യം പേഴ്സണലായിട്ട് ഞാൻ പറയണം, ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് വലിച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവസാനം വരെ നല്ല ടൈറ്റായിട്ട് കളിച്ച് അതിനകത്ത് ഈ പറഞ്ഞ പോലെയുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ പറഞ്ഞ കൗണ്ടറുകളൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല, അതെല്ലാം നല്ല പെർഫെക്ഷനുള്ള കൗണ്ടറുകളായിരുന്നു, പുതിയ കൗണ്ടറുകളായിരുന്നു. എനിക്കിപ്പോൾ ഇതിനകത്ത് ക്ലൈമാക്സ് ആണ് പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ ഇക്ക പറഞ്ഞ പോലെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണെങ്കിൽ പോലും, പക്ഷേ സ്വന്തം അച്ഛനെയൊന്നും അച്ഛനാണ്, ഇളയച്ചനായിട്ടില്ല. അത് ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയാണത്. കാരണം ഇങ്ങനെ കല്യാണം കഴിച്ചാൽ പോലും അച്ഛൻ്റെ രണ്ടാമത്തെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കല്യാണം കഴിച്ച് അങ്ങനെ പറയുള്ളൂ. അച്ഛൻ ഒരിക്കലും മാറൂല്ലോ, അച്ഛനെ അളിയാന്ന് വിളിക്കൂല്ലോ ഒരിക്കലും, എത്ര വലുതായാലും. ഇതങ്ങനെ അച്ഛനെ അളിയാന്ന് വിളിക്കുന്ന കൂട്ടാണ്. ചിലർ നമ്മൾ പറയും അടിച്ചു നിർത്താൻ പറ്റിയ ക്ലൈമാക്സിൽ എന്ന് പറയും. ഇത് കിടിലം ക്ലൈമാക്സ് ആയിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ പിന്നെ എല്ലാം കൂടെ ചേർത്ത് ആരാണ് ആദ്യം മാർക്ക് കൊടുത്ത് തുടങ്ങുന്നത്? നസീർക്ക? ഞാനൊരു 14,000 രൂപ കൊടുക്കും. 14,000 രൂപ നസീർക്കയുടെ. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 14,000 രൂപ. 28,000 രൂപ. ബാക്കി അയച്ചോ? ഇളയപ്പാ ഇവരെ ഹണിമൂണിന് വിടുന്നതല്ല, പുള്ളിക്ക് 4 മാസം അതിന്റെ കൂടെ ചേർത്ത് കൊടുക്ക്. ടോട്ടൽ 60,000 രൂപ ആർട്ട്പോൾ എമൗണ്ട് ആണ്. അപ്പൊ ഇതേപോലെ ഉഷാറ് ഡ്രാം ആയിട്ട് വരും. ആർട്ട്പോൾ ക്യാഷുമായിട്ട് പോകും. അമ്മച്ചി സന്തോഷായില്ലേ? അട്പള്ളാണ്. അടുത്ത അപ്പുവിന്റെ ഭാഗത്തു നിന്നുള്ള ക്ഷണമാണ് അടുത്ത ചടങ്ങ്. അടുത്താണ് അതെ, നമ്മുടെ പ്രേക്ഷകർ ക്ഷണിച്ചോളൂ. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. ഈ സിനിമ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും, റിലേറ്റബിൾ ആവും. സ്പെഷ്യലി ഒരു കപ്പിൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ കൂടെ അവർക്കത് റിലേറ്റബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ കടന്നുപോയ കുറേ സംഭവങ്ങൾ ഉണ്ടാവും, പോയി കാണ്. അവൻ വീട്ടിൽ പോയിട്ട് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം സിനിമ കാണാം എന്നിട്ട് വീട്ടിൽ പോകും. ഇറങ്ങട്ടെ. തീർച്ചയായിട്ടും മൃദുൽ ബ്രോ, സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലുണ്ട്, അപ്പം പോയി കാണുക. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെയൊക്കെ പോയിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നു. നിങ്ങൾ വന്ന് തിരിച്ച് സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്കൊക്കെ ചോദിക്കും ഇത് നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന കാര്യമല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് പോയി കണ്ടോളുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഇതൊരു വലിയ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റമരുടെ കുടുംബം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മൃദുൽ ബ്രോ, എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ, ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ കൈഡി ഇവർക്ക്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ചിരിച്ചു ആവശ്യത്തിന്. ഇനി റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉഷാറായിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മുടെ മുതുകുളത്ത് വന്ന എല്ലാ ചേച്ചിമാർക്കും ഒരു നല്ല കൈയടി. അവര് മുതുകുളം ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ്. നിങ്ങൾ നല്ല ഉഷാറായിട്ടിരുന്നു കേട്ടോ. ഇതേപോലെ പവറിൽ അടുത്ത എപ്പിസോഡ് ഇരിക്കണം. എന്നാൽ പിന്നെ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.